ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ തൃപ്പാദത്തിലെ പ്രഭാത സമയത്ത് നിന്റെ മക്കളായ ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. നിന്റെ കരുണയ്ക്കും കൃപയ്ക്കും ഞങ്ങൾ സ്തുതി പാടുന്നു. കർത്താവിനാൽ അനുഗ്രഹിതരെ, ഈ പ്രഭാത സമയത്ത് നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് സങ്കീർത്തനം 2. സങ്കീർത്തനങ്ങൾ 2 ചിന്തിക്കുമ്പോൾ മൊത്തം 12 വാക്യങ്ങൾ ഉണ്ടെങ്കിലും ഒരു നാടകത്തിലേതുപോലെ 4 രംഗങ്ങളായിട്ട് അവരെ ചിത്രീകരിച്ചു. 3 വാക്യങ്ങൾ വീതമാണ് അവിടെ കാണുന്നത്. ഒന്ന്, കൂടാതെ നടത്തുന്ന എതിരാളികൾ, യഹോവ, അവന്റെ അഭിഷിക്തൻ, സങ്കീർത്തനക്കാരൻ എന്നിവരാണ്. സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു, പരിഹാസപൂർവ്വം അവരുടെ ഗൂഢാലോചന കേൾക്കുന്നവൻ ദൈവത്തെ അവിടെ ചിത്രീകരിച്ചു. ഇവിടെ ഭൂരാജാക്കന്മാരെ ആരെയും ആയിരിക്കില്ല ഉദ്ദേശിക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവിന്റെ ഏകജാതനായ പുത്രൻ തമ്പുരാനെ ആയിരിക്കണം ഇവിടെ വീക്ഷിക്കുന്നത്. കാരണം ഇവിടെ പറയുന്നുണ്ട് ഒരു കാര്യം, അവൻ സമുദ്രത്തിന്റെ അറ്റം മുതൽ മറ്റേ അറ്റം വരെയും ഭരണം നടത്തുന്നതിനെ കുറിച്ച്. അവൻ സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങൾ വരെയും ഭരിക്കട്ടെ എന്ന് സങ്കീർത്തനങ്ങളിൽ നാം കാണുന്നു. സെക്രട്ടറിയായുടെ പ്രവചനങ്ങളിൽ നാം കാണുന്നു. തീർച്ചയായും കർത്താവിന്റെ അഭിഷിക്തൻ എന്ന് ഉദ്ദേശിക്കുന്നത് പുത്രൻ തമ്പുരാനെ ആയിരിക്കും. അവനെ ചുംബിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അവന് നമ്മെ ഭരിക്കുവാൻ അവകാശവും അധികാരവുമുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ അവൻ വസിക്കണം, നമ്മെ ഭരിക്കണം. പലപ്പോഴും നമ്മുടെ ചിന്തയിലും പ്രവർത്തനത്തിലും വരുന്നത് അവനെ ഒഴിച്ചുകൊണ്ടുള്ളതായ കാര്യങ്ങളാണ്. ഞാനും നിങ്ങളും ഈ ലോകത്തിലേക്ക് പരദേശികളായിട്ട് വന്നിട്ടുള്ളതും തിരിച്ചു പോകുന്നതും അവന്റെ മാത്രം നിശ്ചയത്തിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ താമസിക്കുമ്പോഴും നമ്മുടെ വിചാരം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാമെന്ന്. പക്ഷെ അങ്ങനെ പറ്റുകയില്ല. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം പരിശോധിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അബ്രഹാം പിതാവിനോട് ദൈവം പറയുന്നു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക എന്ന്. കർത്താവിനാൽ അനുഗ്രഹിതരെ, ദൈവാശ്രയ ബോധത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നമ്മളാൽ വൻകാര്യങ്ങളെ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തെ ഒഴിച്ച് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. വർഷങ്ങൾക്ക് മുമ്പുള്ള OVS പാട്ടിനകത്ത് കുഞ്ഞുങ്ങൾ പഠിച്ചൊരു പാട്ടുണ്ട്. ഞാനൊരു പാപം സീറോ, വിലയില്ലാത്തൊരു സീറോ, യേശു എന്ന ഒന്ന് വന്നാൽ ഞാൻ ഹീറോ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ ഇതുണ്ടായിരിക്കണം. ദൈവത്തോടു കൂടി മാത്രമേ നമുക്ക് ജീവിക്കുവാനും ചരിക്കുവാനും പറ്റുകയുള്ളൂ. ഇന്നേ മുതലുള്ള ജീവിതം അതിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു.